സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ഈ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പിലെ കമ്പനീസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ സാലറീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യം കിട്ടുന്നത്. നിങ്ങൾ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണ്. ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് വെച്ചാൽ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അല്ലെങ്കിൽ വിപ്രോ എന്നീ കമ്പനികൾ എന്താണ് ഹലോ ഗൈസ്, ദിസ് യുവർ ബ്ലണ്ട് ഗൈ. സോ വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സീരീസിൽ കൂടെ നമ്മൾ ഐ ടി കമ്പനികളെ കുറിച്ചും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡുകളെ കുറിച്ചുമായിരിക്കും സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അത് ഒരുപാട് ടെക്നിക്കലായിട്ടായിരിക്കില്ല, നമുക്ക് സാധാരണ എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലായിരിക്കും നമ്മൾ ഈ സീരീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കിപ്പം ഒരുപാട് ആളുകൾ ഈ സോഫ്റ്റ്വെയർ ഫീൽഡുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വേറെ ഡൊമൈനുകളിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അവർക്ക് എങ്ങനെയാണ് IT വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പിലെ കമ്പനീസ് ഉണ്ട്, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ സാലറീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ആനുകൂല്യം കിട്ടുന്നത്, അവരുടെ വർക്ക് ലൈഫ് എങ്ങനെയാണ്, വർക്ക് പ്രഷർ എങ്ങനെയാണ്, പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ IT-മായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ കൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക്, ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് മനസ്സിലാകാനും, അതുപോലെ നമ്മുടെ ഒരു സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾക്കും, അങ്ങനെ ആർക്ക് വേണേൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെക്നിക്കലായിട്ടുള്ള വേർഡ്സുകളൊന്നും നമ്മൾ ഒരുപാട് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മളൊരു സാധാരണ ഒരു ലേമാൻ ടേംസിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഫോമാറ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു മൈ സീരീസ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ സോഫ്റ്റ്വെയർ ജോലിയാണ്, ഞാൻ സോഫ്റ്റ്വെയറിലാണ്, ഞാൻ IT-യിലാണ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ബിഫോർ ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ IT-യുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തിനൊക്കെയാണ് നമ്മൾ IT യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IT ഇല്ലാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സ്പെഷ്യലി നമ്മളൊരു മെട്രോ സിറ്റി, ബാംഗ്ലൂർ, ചെന്നൈ പോലൊരു മെട്രോ സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരു സോഫ്റ്റ്വെയറുകളുടെ ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയറുകളായിരിക്കും. നമ്മുടെ ക്യാബ് സിസ്റ്റം ആണെങ്കിലും, അതായത് നമ്മുടെ ക്യാബ് ബുക്ക് ചെയ്യാൻ ഊബറും ഓലയും പോലത്തെ ക്യാബുകൾ ബുക്ക് ചെയ്യാനാണെങ്കിലും, അതായത് ബാക്കി ഓരോ സർവീസുകൾ ബുക്ക് ചെയ്യാനാണെങ്കിലും, ഈവൻ നമുക്ക് മുടി വെട്ടാൻ പോലും, അല്ലെ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി നമുക്ക് ആളുകളെ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യം ഇത്രമാത്രം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം നമ്മൾ സോഫ്റ്റ്വെയർ കമ്പനിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് അതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സോഫ്റ്റ്വെയർ കമ്പനി വർക്ക് ചെയ്യുന്ന ഏതൊരാളടുത്തും ഫസ്റ്റ് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്, നിങ്ങൾ സർവീസ് ബേസ്ഡ് കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലാണോ? അതിന്റെ ഡിഫറൻസ് ആ പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലേ. ഒരു സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് പറയാം. ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി, ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കുറേ പ്രൊഡക്ട്സുകൾ കാണും. ആസ് എ നെയിം സജസ്റ്റ് റൈറ്റ്, ലൈക്ക് നമുക്ക് ഈ നെയിമിൽ നിന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ അവർക്ക് കുറേ സെറ്റ് ഓഫ് പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. അവർ ആ പ്രൊഡക്റ്റുകളാണ് വിൽക്കപ്പെടുന്നത് അല്ലേ, അതാണ് വിൽക്കുന്നത്. എക്സാമ്പിൾ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കാം. ഗൂഗിളിന് അവരുടേതായിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകളുണ്ട്. യൂട്യൂബ് അതിലൊന്നാണ്, അതുപോലെ Gmail അതിലൊന്നാണ്. അപ്പോൾ അവരവരുടെ പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്സ്, ഇതിന് നമ്മൾ പൈസ കൊടുക്കണ്ട, പക്ഷേ പൈസ കൊടുക്കണമെന്ന് സങ്കല്പിച്ചു. അപ്പോൾ അവരവരുടെ പ്രൊഡക്റ്റുകളാണ് ഇങ്ങനെ ആളുകൾക്ക് സെല് ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സുകൾ അവർ ഡിസൈൻ ചെയ്ത്, അവരുടെ എഞ്ചിനീയേഴ്സും അവരുടെ കുറേ ആളുകളും അത് ആരൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്തടുത്ത സീരീസുകളിൽ നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ അവർ കുറച്ച് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നു, അതവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ആ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളവർ അത് വാങ്ങി ഉപയോഗിക്കുന്നു. ഇനി മറിച്ച് സർവീസ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സർവീസ് ബേസ്ഡ് കമ്പനിയിൽ അവർക്ക് സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടാവത്തില്ല. അവരെന്താണ് ചെയ്യുന്നത്? വേറെ ആളുകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത സർവീസുകൾ കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അല്ലെങ്കിൽ വിപ്രോ എന്നീ കമ്പനികൾ എന്താണ് ചെയ്യുന്നത്? അവർക്കിപ്പോൾ ഒരു ബാങ്കിൽ, നമ്മുടെ ബാങ്കുകളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഇൻഫോസിസിന്റെ ഒരു ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ബാങ്ക് അപ്പോൾ ഇൻഫോസിസിനെ കോൺടാക്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിന്റെ റിക്വയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ്സിന്റെ റിക്വയർമെന്റ് ഉണ്ട്, അതൊന്ന് ചെയ്തു തരണം. അപ്പോൾ ഇൻഫോസിസ് അല്ലെങ്കിൽ ഇൻഫോസിസ്, വിപ്രോ പോലുള്ള സർവീസ് ബേസ്ഡ് കമ്പനീസ് എന്താണ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ ഇന്ന് റിക്വയർമെന്റ് കളക്ട് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അവർക്ക് വേണ്ട സർവീസുകൾ ചെയ്തു കൊടുക്കുന്നു. അതാണ് സർവീസ് ബേസ്ഡ് കമ്പനി ചെയ്യുന്നത്. മറിച്ച് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണ് ചെയ്യുന്നത്? അവരൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു, അവരുടെ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു, അത് സെൽ ചെയ്യുന്നു, അത് ആവശ്യമുള്ള യൂസേഴ്സ് വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ
വർക്ക് ചെയ്യുന്നത് സർവീസ് ബേസ്ഡ് കമ്പനികൾ. ഒരു സർവീസ് നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്പനികളല്ല, അല്ല ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് കമ്പനി എന്താണ് സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. അതായത് നമ്മുടെ വേറെ കമ്പനീസ്, ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ്. എന്താണ് മൈക്രോസോഫ്റ്റ് എന്താണ് ചെയ്യുന്നത്? വിൻഡോസ് ഉണ്ടാക്കി വിൽക്കുന്നു, അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കി വിൽക്കുന്നു. അവരൊരു പ്രൊഡക്റ്റ് കമ്പനിയാണ് ചെയ്യുന്നത്. അതുപോലെ എന്തെടുത്തു കഴിഞ്ഞാലും ഏതൊരു IT കമ്പനി നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടും സർവീസ് ബേസ്ഡ് കമ്പനിയായിട്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക്കലി ഇവ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. കറക്റ്റ്. ഇനി വേറെ ഡിഫറൻസുകളുണ്ട്. അതായത് ചില പ്രൊഡക്റ്റ് കമ്പനികൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ട അവരുടെ കസ്റ്റമൈസ് ആയിട്ടുള്ള ആവശ്യം അനുസരിച്ച് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് സർവീസ് കൊടുക്കുന്നതാണ് സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് പറയുന്നത്. അത് തന്നെയല്ല സർവീസ് ബേസ്ഡ് കമ്പനി ചെയ്യുന്നത്. സർവീസ് ബേസ്ഡ് കമ്പനികൾ ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനികൾക്ക് വേണ്ടിയും വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു വിൻഡോസ് നിർമ്മിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് മൈക്രോസോഫ്റ്റിന് ചെറിയ ചെറിയ ടാസ്കുകൾ, അതായത് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ ഒന്നും വേണ്ടാത്ത ചെറിയ ചെറിയ ടാസ്കുകൾ കാണും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കുറച്ച് ഡോക്യുമെന്റേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടെസ്റ്റിംഗ് വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ത് ചെയ്യും? സർവീസ് ബേസ്ഡ് കമ്പനികൾക്ക് ഓഫ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റിന്റെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതെടുക്കാമെങ്കിൽ മൈക്രോസോഫ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമ്മുടെ ഏതെങ്കിലും സർവീസ് ബേസ്ഡ് കമ്പനി, അതായത് ഇൻഫോസിസ്, വിപ്രോ പോലെയുള്ള ചില കമ്പനികൾ കുറച്ച് പോർഷനിലൊക്കെ മൈക്രോസോഫ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് സെയിം നമ്മൾ പറഞ്ഞു വന്ന സർവീസ് നോഷനിൽ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിന് വേണ്ടി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഇൻഫോസിസ് ഓർ വിപ്രോ ഈ കാര്യത്തിൽ, ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി അതാണ് സർവീസ് ബേസ്ഡ് കമ്പനി, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി. നമ്മൾ ഫർദറായി പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ IT ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു പ്രൊഡക്റ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു ടൈപ്പ് ഡേറ്റ സെർവർ സ്റ്റോറേജ് പ്രൊഡക്ട്സുകളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ ഇപ്പം ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ടോക്ക് ആയിരുന്നു. സർവീസ് ബേസ്ഡ് കമ്പനി എന്താണ്, പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോസിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ ഇത് പോസിബിളായി ഞാനൊരു പ്ലേലിസ്റ്റായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. സച്ച് ദാറ്റ് ലൈക്ക് all the videos that you will get in a row. And thank you for watching. Your Blunt Guy signing off. Take care. Bye.